ഇന്ന് നമുക്ക് റെഗുലർ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷനാണ്. കോട്ട മെറ്റീരിയലിൽ വരുന്ന സാരി നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി കേട്ടോ. അതിനകത്ത് ഒരു പിങ്ക് ഇങ്ങനെ ഒരു ലീഫ് ഡിസൈൻ്റെ ഒക്കെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഒരു പിങ്ക് ആൻഡ് ഒരു ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ. അതിനകത്ത് കണ്ടോ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ഒരു എംബ്രോയിഡറി വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോഡിയിൽ ആ ഒരു ഡിസൈനും ഉണ്ട്, അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കും കൂടെ. 1290 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്പർ ഇട്ടിട്ടുണ്ടോ? സാരി നമ്പർ 1. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ പിങ്കിൽ തന്നെ വരുന്ന ബ്ലൗസ്. പിങ്കിൽ ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ബ്ലൗസിനകത്ത്. 1290 1290 1290. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പീച്ച് ടോൺ. പീച്ച് ടോൺ നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ കൊടുക്കുക. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവാം. നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഒരു പീച്ച് ആൻഡ് ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കോമ്പിനേഷൻ. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ആ ഒരു പീച്ച് ടോണിൽ വരുന്ന ബ്ലൗസ്. സാരി നമ്പർ 2 1290 സാരി നമ്പർ 3 വരുമ്പോൾ ഒരു ലാവൻഡറും പിങ്കും കൂടെ ചേർന്ന ഒരു ടോൺ. എല്ലാം നല്ല രസമുള്ളൊരു ടോണാട്ടോ. ഒരു പിങ്ക് ആൻഡ് ലാവൻഡർ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. സാരി നമ്പർ 3. മുന്താണി. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതാണ് ബ്ലൗസ് വരുന്നത്. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. സാരി നമ്പർ 4 വരുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ലാവൻഡർ. സാരി നമ്പർ 4 ഒരു ബ്ലൂയിഷ് ലാവൻഡറും പിങ്കും കൂടെയൊക്കെ ചേർന്നൊരു ഷെയ്ഡ്. നല്ല സാരീസാട്ടോ, നല്ല ഭംഗിയുള്ള സാരീസാണ്. 1290. അടുത്തത് വരുന്ന വേറൊരു പാറ്റേൺ ആണ്. ഇതും 1290 തന്നെയാണ്. കോട്ട മെറ്റീരിയൽ തന്നെ. ഇതിൻ്റെ വരുമ്പോൾ ഒരു ഡബിൾ ഷെയ്ഡാണ്. അതായത് സെൻറ്റർ പോർഷൻ ലൈറ്റായിട്ട് അതിൻ്റെ ഡാർക്കർ ടോണാണ് ബോർഡറിലേക്ക് വരുമ്പോൾ. അതിനകത്ത് ഇതുപോലെയുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ബോഡിയിൽ ഡിസൈൻ ഇല്ല, എംബ്രോയിഡറി വർക്ക് മാത്രമേ ഉള്ളൂ. ആദ്യം കാണിച്ചതിനകത്ത് ഡിസൈനും ഉണ്ടായിരുന്നല്ലോ. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. സാരി നമ്പർ 5 1290. സാരി നമ്പർ 6 വരുമ്പോൾ ഒരു ബ്രൗണിഷ് ടോൺ, ഒരു ചോക്ലേറ്റ് ബ്രൗൺ അങ്ങനെ ഒരു ടോൺ. അതിനകത്ത് ലൈറ്റർ ടോൺ ബോഡിയിലും താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ഡാർക്കർ ടോൺ. അങ്ങനെ ആ ഒരു കളർ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വന്നിരിക്കുകയാണ്. മുന്താണി ആൻഡ് ബ്ലൗസ്. അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷനിലേക്ക് ഇങ്ങനെ വരും. ഗ്രേയിൽ വരുന്ന ബ്ലൗസ്. അടുത്തത് വരുന്നത് ഒരു ബേജിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ. അപ്പോൾ ബേജിൽ തന്നെ വരുന്ന ബ്ലൗസ്. അടുത്തത് വരുന്നത് നമുക്ക് പിങ്കിൻ്റെ തന്നെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലേക്ക് വരും. പിങ്കിൽ തന്നെ വരുന്ന ബ്ലൗസ്. ബോർഡർ കളർ ഏതാണോ ആ കളറിൽ തന്നെ ആയിരിക്കും കേട്ടോ ബ്ലൗസ് വരുന്നത്. അടുത്തത് നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ. യെല്ലോയുടെ ലൈറ്റ് ആൻഡ് ഡാർക്ക്. ബോഡിയിൽ ലൈറ്റ്, ബോർഡറിൽ ഡാർക്ക്. സാരി നമ്പർ 10. സാരി നമ്പർ 11 ലാവൻഡറിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ. സാരി നമ്പർ 11 ലാവൻഡറിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ. സാരി നമ്പർ 12 വരുമ്പോഴും പിങ്കിൻ്റെ തന്നെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ. ആദ്യം കാണിച്ച പിങ്കിൽ ഒരല്പം കൂടെ ഡിഫറൻസ് ഉണ്ട്. സാരി നമ്പർ 12 പിങ്കിൻ്റെ തന്നെ കോമ്പിനേഷൻ. കോട്ട മെറ്റീരിയലാണ്. സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട, ലൈറ്റ് വെയിറ്റ് ആണ് ഉടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്